ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവരാണ് CPM-കാരെങ്കിലും അവരെ അടക്കം പറച്ചിൽ അവരുടെ അകത്തളങ്ങളിൽ കേൾക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ശനിദശയാണ് എന്നത്രേ. ഇത് അല്പം തമാശ കലർന്ന ഒരു നിരീക്ഷണമാണെങ്കിലും ഇതിനകത്ത് അല്പമൊക്കെ വാസ്തവമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് ഒന്നൊന്നായി പോകുന്ന അത്യഭൂതപൂർവമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു പാർട്ടിയാണ്. 1957 തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യം വന്നത് കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്താണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തിന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കന്മാർ കേരളത്തിൽ ഭരണം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ്. അദ്ദേഹവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമൂത്ത മുതിർന്ന നേതാക്കളുടെ പട്ടികയിൽ ഉള്ളയാളാണ്. അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ 8.25 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഭരണം നിർവഹിച്ച് പൂർത്തീകരിച്ച് 10ാം വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാരമായ ചില നോട്ടപ്പിശകുകളോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയിലുള്ള വൈകൃതങ്ങളോ വല്ലാതെ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആർക്കും പ്രതീക്ഷിക്കാനാകാത്ത വിധം താത്വികമായി യാതൊരു കാരണവശാലും യോജിക്കാത്ത വർഗീയ പാർട്ടിയെന്ന്, ഹിന്ദുത്വ വാദികളെന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആൾരൂപങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന BJP-യിലേക്ക് നേതാക്കൾ പോകുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടും ഞെട്ടലോടും കൂടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളവരും കേരളത്തിലെ പൊതുജനവും കാണുന്നത്. എന്ത് സംഭവിക്കുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? മാർക്സിസം നഷ്ടപ്പെട്ടു പോയ, കുറെ കൂടെ കടത്തി പറഞ്ഞാൽ കമ്മ്യൂണിസം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തരം താണിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രവർത്തന ശൈലിയോ സ്വഭാവ രീതിയോ ഒന്നും ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും ഇല്ല എന്നത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ കുറെ കാലം മുൻപൊക്കെ നടന്നിരുന്നതും അതിൻ്റെ അംശങ്ങൾ ഒക്കെ അവശേഷിക്കുന്നതുമായിട്ടുള്ള ധാരാളം കഥകൾ മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. 51 വെട്ടുവെട്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, നേതാവെന്ന് പറയുന്നില്ല, ഒരു പ്രവർത്തകനെ പോലും ഇല്ലായ്മ ചെയ്ത ദുഃഖകരമായ കഥയൊക്കെ മലയാളിയുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോവുകയില്ല. ഇവിടെ ഇപ്പോൾ കാണുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഈ നവംബർ ഡിസംബർ മാസങ്ങൾ എന്ന് പറയുന്നത് സുപ്രധാനമായ മാസങ്ങളാണ്. അവരുടെ എല്ലാ തട്ടിലുമുള്ള, അതായത് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, ഈ എല്ലാ തട്ടിലുമുള്ള മീറ്റിങ്ങുകൾ നടക്കുകയും ഭാരവാഹികൾ ചുമതലയേൽക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇതിനുശേഷമാണ് അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതും അതിനുശേഷം ദേശീയ സമ്മേളനം നടക്കുന്നതും. അതങ്ങനെ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ വളരെ ചിട്ടയായിയാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഏരിയ സമ്മേളനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ, കൂടുതലൊന്നും വിസ്തരിക്കാതെ തന്നെ പൊതുജന സമൂഹത്തിന് അറിയാം സുഹൃത്തുക്കളെ, എന്താണ് ഈ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയിലും മംഗലപുരത്തും നടന്നത്. കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലാണ്, മംഗലപുരം തിരുവനന്തപുരം ജില്ലയിലാണ്. കരുനാഗപ്പള്ളിയിലെ യഥാർത്ഥത്തിൽ നേതാക്കന്മാരെ മുറിക്കകത്ത് അണികൾ പൂട്ടിയിട്ട് പ്രതിസന്ധി ഉണ്ടാക്കുകയും സംസ്ഥാന പാർട്ടിക്ക് പോലും രംഗത്ത് വന്ന് ഒത്തുതീർപ്പുണ്ടാക്കാനായി ശ്രമിക്കുകയും ചെയ്ത കാഴ്ച എത്ര ദയനീയമാണ്. അവിടെയുള്ള സ്ത്രീ അംഗങ്ങൾ പോലും തെരുവിലിറങ്ങി ഈ നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ ഏരിയ ഭാരവാഹികൾ പലതരത്തിൽ ക്രിമിനൽ കുറ്റവാളികളാണ്, സ്ത്രീപീഡനത്തിൽ പോലും കുറ്റവാളികളായിട്ടുള്ളവരാണ്, ഇവരെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവുകളിലൂടെ പോയ ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് പാലക്കാട് ജില്ലയിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമാന്തരമായിട്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത്.
എന്തൊരു ദയനീയമായ അവസ്ഥയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാവുന്നതല്ല. ഏതായാലും ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ഈ മംഗലപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അതിർത്തിയിലെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കൾ BJP-യിലേക്ക് പോകാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലും അവിടെ വന്ന് അവരെ ഷാൾ അണിയിച്ചിട്ട് പോയിരിക്കുകയാണ്. മിക്കവാറും 1-2 ദിവസങ്ങൾക്കകം അവിടെ CPM-ന്റെ മുൻനിര ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായിരുന്ന ചിലരൊക്കെ അവരുടെ കുടുംബസമേതം BJP-യിലേക്ക് പോകുന്ന കാഴ്ച നാം കാണുകയാണ്. ഇത് വളരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഇത് മാർക്സിസ്റ്റ് അല്ലാത്തവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമായ സാധാരണക്കാർക്ക് പോലും വളരെയേറെ ദുഃഖമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടിക്കുള്ള അപജയം, ജീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേതാക്കന്മാർ ഇത് ആത്മപരിശോധന നടത്തണം, സ്വയവിമർശനത്തിന് തയ്യാറാകണം. പാർട്ടി അണികളെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി വളർത്താൻ അവർ നേതൃത്വം കൊടുക്കണം. ഈ മയക്കുമരുന്ന് കേസുകളിലും അതുപോലെ തന്നെ സ്ത്രീപീഡന കേസുകളിലും അതുപോലെ കള്ളക്കടത്ത് കേസുകളിലും ഒക്കെ പ്രതികളായിരിക്കുന്ന ആളുകളെ പാർട്ടിയുടെ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും. പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിൽ നടന്ന കൊള്ളകൾ, അതുപോലെ പാർട്ടി നേതാക്കന്മാരുടെ അനുഗ്രഹാശിസോടുകൂടി നടക്കുന്ന ക്രമക്കേടുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സമിതിയായിട്ടുള്ള തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഇതെല്ലാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരോക്ഷമായും പ്രത്യക്ഷമായും വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയവിമർശനത്തിന് തയ്യാറാവുകയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലേക്ക് ജീവിതവും പ്രവർത്തനവും കൊണ്ടുവരാൻ അമാന്തം കാണിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം പോലും പല സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ള ഒരു സത്യവും നമ്മുടെ മുൻപിലുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ആകെ ഇന്ത്യയിൽ നിന്ന് 4 അംഗങ്ങൾ മാത്രമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ളത്. അത് ഒന്ന് കേരളത്തിൽ നിന്നാണ്, മറ്റേ 3 സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ ചേർന്നുകൊണ്ട് കിട്ടിയ സീറ്റുകളാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പദവി പോലും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയതാണ്. അതുകൊണ്ട് പാർട്ടി ഒരു തിരുത്തൽ, അതുപോലെ തന്നെ ഈ തരത്തിൽ ക്രിമിനൽ വാസനകളുള്ളവരെ മാറ്റി നിർത്തുക, കേസിൽ പ്രതികളായവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, ഈ പ്രവർത്തന ശൈലിയിൽ തന്നെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുക, ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കുറയ്ക്കുന്നതിന് ശ്രമിക്കുക. അത് മേലെ തട്ടിൽ നിന്നു മുതൽ തന്നെ താഴെ തട്ടിലേക്ക് ആ ഒരു രീതി പുനഃസ്ഥാപിച്ചിട്ടില്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണത, ഒരുപക്ഷെ അല്ലെങ്കിൽ വീഴ്ച ഒരിക്കലും ഉണർന്നു വരാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിപ്പറ്റുമെന്ന് പോലും ആശങ്കപ്പെടേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴുള്ള നേതൃത്വം എത്രമാത്രം ജാഗ്രത കാട്ടുന്നു എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്.